ഇന്ന് പലപ്പോഴും ആശയവിനിമയം സൃഷ്ടിക്കുന്നത് പ്രതീക്ഷയല്ല, മറിച്ച് ഭയവും നിരാശയും മുൻവിധികളും നീരസം, മതഭ്രാന്ത്, വിദ്വേഷം എന്നിവയാണ്. പലപ്പോഴും അത് പ്രകോപിപ്പിക്കാനായി യാഥാർത്ഥ്യത്തെ ലളിതമാക്കുന്ന സഹജമായ പ്രതികരണങ്ങൾ, അത് വളരെ മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇത് തെറ്റായ അല്ലെങ്കിൽ പ്രകോപിപ്പിക്കാനോ വേദനിപ്പിക്കാനോ സന്ദേശങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ആശയവിനിമയത്തെ നിരായുധമാക്കുകയും ആക്രമണാത്മകതയിൽ നിന്ന് ശുദ്ധീകരിക്കുകയും വേണം. യാഥാർത്ഥ്യം ഇല്ലാതാക്കാൻ നെഗറ്റീവ് മെസ്സേജസ് സഹായിക്കില്ല. ടെലിവിഷൻ ടോക്ക് ഷോകൾ മുതൽ സോഷ്യൽ മീഡിയയിലെ വെർബൽ അബ്യൂസ് എങ്ങനെയാണ് എന്ന് നാം എല്ലാവരും കാണുന്നുണ്ട്. അവയൊക്കെ മത്സരം, എതിർപ്പ്, ആധിപത്യം സ്ഥാപിക്കാനും അധികാരം കൈവശം വയ്ക്കാനുമുള്ള പ്രവൃത്തിയാണ്. അങ്ങനെ പൊതുജനാഭിപ്രായത്തിൽ പോലും കൃത്രിമം കാണിക്കാനും സാധിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാവി പ്രതീക്ഷയാണ് ഇല്ലാതാക്കുന്നത്.